ചതിയുടെ ചരിത്രകഥ. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും അവസാന മത്സരങ്ങൾ ഒരേ സമയത്താക്കിയതിന് പിന്നിലുള്ള കഥ അറിയാം. 1982 സ്പെയിൻ വേൾഡ് കപ്പ്. അന്ന് ആദ്യമായി അൾജീരിയ ലോകകപ്പിന് യോഗ്യത നേടി രണ്ടാം ഗ്രൂപ്പിൽ മത്സരത്തിനെത്തുകയാണ്. ആദ്യ മത്സരത്തിൽ ശക്തരായ പശ്ചിമ ജർമ്മനിയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുന്നു. രണ്ടാം മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെട്ട അൾജീരിയ ജൂൺ 24 നടക്കുന്ന മൂന്നാം മത്സരത്തിൽ ചിലിയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുന്നു. ജൂൺ 24 അൾജീരിയയുടെ അവസാനത്തെ ഗ്രൂപ്പ് മത്സരം കഴിയുമ്പോൾ ഗ്രൂപ്പിലെ പോയിന്റ് നില ഓസ്ട്രിയ 4 പോയിന്റ്, അൾജീരിയ 4 പോയിന്റ്, വെസ്റ്റ് ജർമ്മനി 2 പോയിന്റ്, ചിലി പോയിന്റ് ഒന്നുമില്ല. അൾജീരിയയുടെ ഗോൾ റേഷ്യോ 0, വെസ്റ്റ് ജർമ്മനിയുടേത് +2, ഓസ്ട്രിയയുടേത് +3. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ 25-ാം തീയതിയാണ് ഓസ്ട്രിയയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. പ്രസ്തുത മത്സരത്തിൽ വെസ്റ്റ് ജർമ്മനി എതിരില്ലാത്ത 1 ഗോളിന് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ 2 ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈഡ് ആവും. ഇത് മനസ്സിലാക്കിയ വെസ്റ്റ് ജർമ്മനിയും ഓസ്ട്രിയയും കൂടെ ഒത്തുകളിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് ചതിയുടെ കഥ ആരംഭിക്കുന്നത്. ഡിസ്ഗ്രേസ് ഓഫ് ഗിജോൺ എന്നറിയപ്പെടുന്ന ആ സംഭവം. കളിയുടെ 10-ാം മിനിറ്റിൽ വെസ്റ്റ് ജർമ്മനി ഗോൾ നേടുന്നു. തുടർന്ന് നടന്ന 80 മിനിറ്റുകളിൽ ഇരു ടീമുകളും ഗോളടിക്കാതെ, ഗോളിനായുള്ള മുന്നേറ്റം നടത്താതെ വെറുതെ പന്ത് തട്ടി കളിച്ചു. കണ്ടുനിന്ന കാണികൾ പോലും പറഞ്ഞു ഒത്തുകളി. എന്നാൽ ഫിഫ ഇതിനെതിരെ ഒരു നടപടിയും എടുത്തില്ല. എന്നാൽ വളരെ നിർണായകമായൊരു തീരുമാനം ആ വേൾഡ് കപ്പിന് ശേഷം ഉണ്ടായി. തുടർന്ന് വന്ന വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഓരോ ഗ്രൂപ്പിലെയും അവസാനത്തെ മത്സരങ്ങളുടെ കിക്ക് ഓഫ് ഒരേ സമയത്ത് തന്നെ നടത്തുവാൻ ഫിഫ തീരുമാനിക്കുകയുണ്ടായി. ഒരു ചതിയിലൂടെ അൾജീരിയയ്ക്ക് അന്ന് നഷ്ടപ്പെട്ടത് സ്വപ്നതുല്യമായൊരു വേൾഡ് കപ്പ് പോരാട്ടമായിരുന്നു. ഇന്ന് 2026 വേൾഡ് കപ്പിൽ സ്വിറ്റ്സർലാൻഡിനോട് പരാജയപ്പെട്ട് അൾജീരിയ പുറത്തായെങ്കിലും കണ്ണീരണിയിച്ച 1982 വേൾഡ് കപ്പിൽ നിന്ന് വ്യത്യസ്തമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിക്കാനായെന്ന സന്തോഷത്തോടെ അൾജീരിയൻ ജനതയ്ക്ക് മടങ്ങാം. അൾജീരിയയ്ക്ക് ഫുട്ബോൾ വിപ്ലവവും രാഷ്ട്രീയവും പ്രതിരോധവുമാണ്.